കണ്ണൂർ ചെറുപുഴയിൽ പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ രാജേഷിൻ്റെ വിയോഗം വലിയ വേദനാജനകമാണ്. മുൻപും പ്രളയകാലത്ത് ഇദ്ദേഹം ഈ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ജീവൻ തണവൽഗണിച്ചാണ് അദ്ദേഹം മറ്റൊരാൾക്ക് ജീവൻ്റെ രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ബഹുമതി സ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ 2024 തൃശ്ശൂർ ജില്ലയിലുണ്ടായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ട ധനസഹായം ലഭിക്കാൻ ബാക്കിയുള്ള 248 ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിക്കാൻ തീരുമാനിച്ചു. പിന്നെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ചെയർപേഴ്സണായിട്ട് റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ അവരെ നിയമിച്ചു. നമ്മൾ വേറെ പുതിയ ചില കാര്യങ്ങൾ അത് മന്ത്രിസഭാ യോഗത്തിലല്ല, 2026-27 സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട വികസന ഫണ്ടിൻ്റെ ഒന്നാം ഗഡു 2029.15 രൂപ നൽകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ സർക്കാർ മൂന്നാം ഗഡു നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾക്കായുള്ള തുക മുനിസിപ്പാലിറ്റികൾക്ക് 136 കോടിയും കോർപ്പറേഷനുകൾക്ക് 188 കോടിയും അധികമായി നൽകും. 16ാം ധനകാര്യ കമ്മീഷൻ്റെ അർബൻ റൂറൽ ഗ്രാൻറ്റുകളിലെ അസന്തുലിതാവസ്ഥ സംസ്ഥാനത്തെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കുമായിട്ട് 312 കോടി രൂപ അധികമായിട്ട് നൽകുന്നത്. അതുപോലെ പാചക തൊഴിലാളികളുടെ വേതനം 44 കോടി അനുവദിച്ചു. ഇപ്പോൾ വർദ്ധിപ്പിച്ച ഇതടക്കം 2 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിൽ എത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. കാലവർഷ കെടുതിയെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം 462 ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ 27,048 പേര് ക്യാമ്പിലുണ്ട്. അതിൽ പത്തനംതിട്ടയിലെ 157, ആലപ്പുഴയിലെ 81, കോട്ടയത്ത് 154. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത്. മറ്റതെല്ലാം 10 ബന്ധപ്പെട്ട് മാത്രമാണുള്ളത്. നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മരണങ്ങൾ 26 ആണ്. 11 പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. 4 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ 1882 ഹെക്ടർ കൃഷി സ്ഥലത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു 67.44 കോടി രൂപ ഇപ്പോഴത്തെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നഷ്ടമുണ്ടായിട്ടുണ്ട്. 67.44 കോടി രൂപയാണ് പ്രാഥമിക റിപ്പോർട്ട് നാശനഷ്ടങ്ങളുടെ. ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി കൂടും. ഇപ്പോൾ ഉള്ളത് ടോട്ടൽ നാശനഷ്ടം 1882 ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. കൃഷിനാശത്തിൻ്റെ ക്രോപ്പ് ഏരിയ ഡാമേജായിട്ടുള്ളത് അത് 23,537 കർഷകരെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൂടി ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും 2 ലക്ഷം രൂപ CMDRF-ൽ നിന്നും 2 ലക്ഷം രൂപ PMNRF-ൽ നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. അതുപോലെ ഈ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും, അത് ഞാൻ പ്രത്യേകം പറയുന്നു, ഇപ്പോൾ കുറേ ആളുകൾ വന്ന് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ക്യാമ്പിലെ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടല്ല കൊടുക്കുന്നത്. ക്യാമ്പിൽ വരാത്തവർക്കും വീട്ടിൽ വെള്ളം കയറിയവർക്ക് കൊടുക്കും. ക്യാമ്പിൽ വന്നു എന്നതിൻ്റെ പേരിൽ വീട്ടിൽ വെള്ളം കയറിയിട്ടിലേക്ക് കൊടുക്കില്ല. ഇങ്ങനെ തെറ്റായ ധാരണ പരക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും വില്ലേജ് ഓഫീസറുടെ ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു.
കാരണം അവിടെ വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും ഈ ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും ഒക്കെ ഉണ്ടായ സ്ഥലത്ത്. അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീടിനുമാണ്. 10 ലക്ഷം, അത് 12 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു 300 രൂപ വെച്ച് ഒരു കുടുംബത്തിലെ ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വെച്ച് ഡെയിലി കൊടുക്കും. അതുപോലെ അവർക്ക് അല്ലല്ല, അത് അവിടെ ഈ വീട്ടിൽ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇങ്ങനെ വെള്ളം കയറി പ്രയാസപ്പെട്ടവർക്ക്, അതേപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി അവിടെ താമസിക്കാൻ പറ്റാത്തവർക്ക്, അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ പുതിയ വീട്ടിലോ അല്ലെങ്കിൽ ആ വീട് റെഡിയാവുന്നതുവരെ താമസിക്കാൻ വേണ്ടിയിട്ട് മാസം റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതെടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ വെള്ളം കയറി ആകെ ഇതെല്ലാം നാശനഷ്ടം സംഭവിച്ചവർക്കാണ്. ഒരു കുടുംബത്തിലെ 2 പേർക്ക്. അങ്ങനെയാണ് നേരത്തെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇനി നമ്മൾ പുതിയതായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രോപ്പ് അസിസ്റ്റൻസ്, അതായത് കൃഷിനാശം ഉണ്ടായാലുള്ള നഷ്ടം വളരെ തുച്ഛമായ തുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 2.5 ഏക്കർ സ്ഥലം, 1 ഹെക്ടർ സ്ഥലം നെൽകൃഷി നാശം ഉണ്ടായ 13,500 രൂപയാണ്. അങ്ങനെ പലതിനും വളരെ ചെറുതാണ്, കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുക ചെറുതാണ്. പക്ഷേ അത് നമ്മൾ 25% വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. 25%. അത് നമ്മൾ തന്നെ സ്റ്റേറ്റ് തന്നെ കൊടുക്കും, 25%. പിന്നെ പുതിയതായിട്ട് ചെയ്യുന്നത് ഇതുവരെ കൊടുക്കാത്തതാണ്. ധാരാളം കടകൾ വെള്ളം കയറി നശിച്ച് അവരുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി അങ്ങനെ വെള്ളം കയറി കടകൾ നശിച്ചവർക്ക് ഓരോ കടയ്ക്കും 10,000 രൂപ പ്രത്യേകമായി കൊടുക്കാൻ തീരുമാനം പുതിയതായിട്ട്. ധാരാളം കടകളുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും ബാക്കിയുള്ള സ്ഥലത്തും ഈരാറ്റുപേട്ടയിലും പല സ്ഥലത്തും ഭയങ്കര സങ്കടമാണ്. 2018-ലും 2019-ലും ഒക്കെ വെള്ളം കയറി നശിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഉപജീവന മാർഗമാണ്, സാധാരണക്കാരായ ആളുകളാണ് കൂടുതലുള്ളത്. അതൊരു പുതിയ തീരുമാനമാണ്. ഇതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല. പുതിയ തീരുമാനം, ഒരു 10,000 രൂപ കൂടി അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ MSMEകൾക്ക്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഉജ്ജീവന സോഫ്റ്റ് ലോൺ സ്കീം അത് നമ്മൾ നടപ്പാക്കും. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് SMEകൾക്കുണ്ട്, ട്രേഡ് നടത്തുന്നവർക്കുണ്ട്, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിനുണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം സ്റ്റേകൾക്കുണ്ട്, പിന്നെ ഈ പ്രളയം ബാധിച്ച ക്ഷീര കർഷകർക്കുണ്ട്, കിസാൻ കാർഡ് ഹോൾഡേഴ്സിനുണ്ട്, പിന്നെ ഈ പക്ഷികളെ, ഈ താറാവിനെയൊക്കെ വളർത്തുന്ന പോലുള്ള ഇത് വളർത്തുന്നവർക്കുണ്ട്, തേനീച്ച കർഷകർക്കുണ്ട്, ടൂറിസ്റ്റ് വെഹിക്കിളിൻ്റെ ഓണേഴ്സ് ഉണ്ട്, അതുപോലെ കൊമേഴ്സ്യൽ വെഹിക്കിളിൻ്റെ ഓണേഴ്സ് നാശനഷ്ടം ഉണ്ടായാൽ അവർക്കെല്ലാമാണ് ഈ സോഫ്റ്റ് ബാങ്ക് ലോൺസ് കൊടുക്കുന്നത്. അത് നമ്മൾ ഒരു 12 ലക്ഷം രൂപ വരെ ആണ് ഈ ലോൺ നമ്മൾ ബാങ്കുകളുമായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സ്കീമാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന് 12 ലക്ഷം രൂപ വരെ കൊടുക്കുമ്പോൾ 25% ലോൺ എമൗണ്ടോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയോ, ഏതാണ് ചെറുത്? 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ, അല്ലെങ്കിൽ 25% ലോൺ എമൗണ്ട്. ഏതാണ് ചെറുതെന്ന് പറഞ്ഞാൽ അത് മാർജിൻ മണിയായിട്ട് ഗവൺമെൻറ് ബാങ്കിലേക്ക് കൊടുക്കും, 3 ലക്ഷം രൂപ. ഇനി ചിലർക്ക് അതല്ല വേണ്ടത്, അവർക്ക് ഓപ്ഷനാണ്. മാർജിൻ മണി വേണ്ടെങ്കിൽ 5 കൊല്ലത്തേക്ക് അവരുടെ ഈ ലോണിൻ്റെ 9% പലിശ സർക്കാർ ബാങ്കിലേക്ക് നൽകും. അതാണ് ആ സോഫ്റ്റ് ലോൺ സ്കീം എന്ന് പറയുന്നത്. മൂന്നാമത്, ഇതിൻ്റെ തൊട്ട് മുമ്പ് ലോൺ എടുത്തു, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് കൂടി ഈ 9% ആ പലിശ 5 വർഷത്തേക്ക് കൊടുക്കാൻ. ഇങ്ങനെ ഒരു 3 തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ട്, സോഫ്റ്റ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് എടുത്താൽ. തീരപ്രദേശത്ത് വലിയ നാശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പരമാവധി സ്ഥലത്ത് കടൽ ഭിത്തി പണിയാനുള്ള സ്കീമുകളൊക്കെ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് ജിയോ ബാഗുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പരാതിയാണ് ഈ പുനർഗേഹം പദ്ധതിക്ക് തുച്ഛമായ തുകയാണ് കിട്ടുന്നത്, അവർക്ക് ഭയങ്കര പ്രയാസമാണ്. ആ പദ്ധതി ഒരു പുതിയ പദ്ധതിയായിട്ട് അത് ഉടൻ തന്നെ അത് പ്രഖ്യാപിച്ചു. അവർക്കുള്ള സഹായം, അവരുടെ പരാതികൾ പരിഹരിച്ച്, മത്സ്യത്തൊഴിലാളികളുടെ ആ പദ്ധതിയെക്കുറിച്ചുള്ള പരാതികളെല്ലാം പരിഹരിച്ച് തുക വർദ്ധിപ്പിക്കുന്ന കാര്യം അതിൻ്റെ പ്രപ്പോസൽ തരാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ളൊരു പുതിയ പദ്ധതി അവർക്ക് വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് പ്രഖ്യാപിക്കും. ഇതാണ് അതെ ഭവന പദ്ധതി.
പിന്നെ അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനം നിങ്ങൾക്ക് കിട്ടിക്കാണും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് 5-6 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ്. 5-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കാസർഗോഡും 6-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം. യെല്ലോ അലർട്ട് 5-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറമാണ്. ബാക്കി 6-ാം തീയതി ബാക്കി ജില്ലകളിലും ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വില്ലേജ് ഓഫീസുകളിൽ നിന്ന്